മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ഇപ്പോഴും തടവറയിലാണ്. മതേതര ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം നടക്കുകയാണ്. അതേസമയം വിദ്യാഭ്യാസ രംഗത്തും ജോലി സംബന്ധമായും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനതയെ കൈപിടിച്ചുയർത്താൻ ശ്രമങ്ങൾ തുടരുന്ന നിരവധി കന്യാസ്ത്രീകൾ ഈ സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ്. ഇന്ന് നമുക്കൊപ്പം ഒറീസയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളി സിസ്റ്റർ ടെസ്സി ജേക്കബാണ് ചേരുന്നത്. സിസ്റ്റർ, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. സിസ്റ്റർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് സിസ്റ്റർ ഇപ്പോൾ ഒറീസയിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവിടെ കുറേ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ്, കണ്ണൂർ സ്വദേശിനിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ എങ്ങനെ മികവോടെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ? എത്രത്തോളം ആശങ്കയിലാണ് നിങ്ങൾ? ഉണ്ട്. ഞാനിപ്പോൾ ഒറീസയിൽ വന്നിട്ട് ഇപ്പോൾ 20 വർഷത്തോളം ആയി. ഒറീസ ഇതിപ്പോ എന്റെ ഒരു സെക്കൻഡ് ഹോം ആണ്. ഒരുപക്ഷെ പറയാം എനിക്ക് എന്റെ ഫസ്റ്റ് ഹോം എന്ന് പറയാം. കേരളത്തിനേക്കാൾ കൂടുതൽ ഞാനിപ്പം ജീവിക്കുന്നതും ഒറീസയിൽ തന്നെയാണ്. ഒരു മലയാളി എന്ന സ്ഥിതിക്ക് ഞാൻ ഒറീസയെ കാണുമ്പോൾ നമ്മൾ ഈ നാടൊക്കെ ഒത്തിരി പുറകോട്ടാണ്. നമുക്കൊരു മലയാളികൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ സോഷ്യോ ഇക്കോണമിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളത്. ഇക്കോണമിക്കൽ കണ്ടീഷൻസ് ഓഫ് ദ പീപ്പിൾ അതൊരു വളരെ ശോചനീയകരമാണ്. ഇപ്പോൾ നമ്മൾ പറയും 2025 നമ്മളിപ്പോൾ ഉള്ളത്, 21ാം നൂറ്റാണ്ടാണ്. എന്തുകൊണ്ട് ഇപ്പം സിസ്റ്റേഴ്സ് അവിടെ പോയി പണിയെടുക്കണം, അതിന്റെ ആവശ്യം എന്തിരിക്കുന്നതൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷെ അതൊക്കെ കണ്ടറിഞ്ഞാലേ നമുക്ക് അതിന്റെ യഥാർത്ഥം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ സിസ്റ്റേഴ്സ് അവര് ആ കുട്ടികളെ ഹ്യൂമൻ ട്രാഫിക് ചെയ്യുക ആണെന്നാണ് അവർ ലഭിച്ചേക്കുന്ന ഈ ലീഗൽ ഫോർമാലിറ്റീസ്. പക്ഷേ അത് നമ്മൾ കാണേണ്ടത് ആ കുട്ടികൾക്ക് അവർക്ക് പ്രായപൂർത്തിയായി 19 വയസ്സും അതിനു മേലെയുള്ള പെൺകുട്ടികളാണ് അവരെ കൊണ്ടുവരുന്നത്. ഈ ഞങ്ങൾ എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ, അഥവാ പേരൻസ് ആണെങ്കിലും എന്തുകൊണ്ടാണ് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ആ വില്ലേജ് സെറ്റപ്പിൽ അവിടെ കിടക്കുന്നതിനേക്കാളും നല്ലത് എവിടെയെങ്കിലും പോയി എന്നാണ് മിക്ക പേരൻസും ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ കോൺവെന്റിലേക്കൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബാലവേലയായിട്ടല്ല നടക്കുന്നത്. അഥവാ നമ്മൾ അവരെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നല്ല നമ്മൾ നടക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അവരെ ഒരു ഹെൽപ്പ് ചെയ്യുകയാണ്. കേട്ടാ തോന്നുന്നു എന്ത് ഹെൽപ്പ് എന്ന് അല്ല. അവരുടെ ആ വില്ലേജ് സെറ്റപ്പിൽ നിന്ന് അവർക്കൊരു കഴിക്കാനൊരു നല്ല ഭക്ഷണമാവട്ടെ, അവർക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് എങ്ങനെയാണ് കേൾക്കാൻ ഒരു ചാൻസ് കിട്ടട്ടെ, അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം, നല്ലൊരു വസ്ത്രം ധരിക്കാൻ, ഒരു നാട് കാണാൻ, അതൊക്കെയാണ് നമ്മൾ ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പിൽ കൂടിയാണ് അവരെ വലുതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കുട്ടികളെ ആ സിസ്റ്റേഴ്സ് കൊണ്ടുവരുന്ന വഴിക്ക് അവരെ തടഞ്ഞു വെക്കുന്നു. ഇപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടൻകുട്ടിന്റെ ഒരാളെ ആ സ്ത്രീ പുള്ളി ചെയ്യുന്ന ആ സ്ത്രീ എന്നെ ചെവിക്കൊക്കെ പിടിക്കുന്നു, മറ്റേ സിസ്റ്ററോട് പറയുന്നത് ഞാൻ തല്ലൊക്കെ തരുന്നു. അവരിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അതൊക്കെ നമ്മള് ഒരു സിവിലൈസ്ഡ് ആൾക്കാരാണ്. അവരങ്ങനെ പേടിച്ചിരിക്കുവോ? ഇല്ല, അതുവരെ പേടിച്ചിരിക്കുന്ന മനുഷ്യരാണ്. അവര് പുറം ലോകം അധികം എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം മറുവശത്ത് കുറെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും സിസ്റ്റർക്കടക്കം ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഈ മനുഷ്യക്കടത്ത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ആ കേസ് അത് കള്ളക്കേസാണ് എന്നുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ ആ കേസ് ഇടേണ്ട സാഹചര്യം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു ഭാഗം ഉണ്ട്, അത് വാദിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മതപരിവർത്തനം, അതിലേക്ക് വരുമ്പോൾ സിസ്റ്റർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം നിങ്ങൾ സതുദ്ദേശത്തോടെ ചെയ്യുന്നു. ഈ 2 സിസ്റ്റർമാരും ഈ കുട്ടികളെ കൊണ്ടുപോയത് അവർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറുചോദ്യം ഇതാണ്, ഹോസ്പിറ്റലിൽ ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, ഇത്തരം ചോദ്യങ്ങളാണ് അവിടെ ഉയർന്നു വരുന്നത്. അതെ, മനുഷ്യക്കടത്ത് എന്നുള്ളതിനെ കുറിച്ച് അത് ഓൾറെഡി മനസ്സിലായി. പേരൻസിന്റെ അനുവാദത്തോടു കൂടിയാണ് അവർ വന്നത്. അവരുടെ ആധാർ കാർഡ് ഉണ്ട്, പേരൻസിന്റെ ലെറ്റർ ഉണ്ട്, അങ്ങനെ ലീഗൽ ആയിട്ടുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്. കാണേണ്ടവർക്ക് കാണാൻ പറ്റി, കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ പറ്റി. അത് കൂടാതെ ഈ സിസ്റ്റേഴ്സിന് ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അവരെവിടേക്കാ പോകുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ളതല്ലോ. അങ്ങനെയല്ലല്ലോ മനുഷ്യക്കടത്ത് നടക്കുന്നേ. അപ്പൊ ആ സിസ്റ്റേഴ്സിന്റെ ഒരു ഐഡന്റിറ്റി ഉള്ള സാഹചര്യത്തിൽ അവരെങ്ങോട്ടാ പോകുന്നതിന് ടിക്കറ്റ് ഉണ്ട്, വേരിഫിക്കേഷൻ ഉള്ള എല്ലാവിധ ചാൻസ് ഉള്ളപ്പോൾ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. പിന്നെ മതപരിവർത്തനം, അത്
ഏനോ അത് ഇപ്പൊ ഈ കുറച്ചു കാലമായിട്ട് നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. ഇപ്പം അരി കൺവേർഷൻ ബിൽസ് ഒക്കെ പാസ്സാക്കുന്നു, പല സ്റ്റേറ്റുകൾ അതിനെ എംഫോഴ്സ് ചെയ്യുന്നു. പക്ഷെ എവിടെയാണ് ഈ മതപരിവർത്തനം നടക്കുന്നത് എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തത്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ 20 വർഷമായി. ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തേക്കുന്ന എന്റെ ഹിന്ദു ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലാണ്. ഞങ്ങളുടെ സ്കൂൾസ് ഉണ്ട്, ആ സ്കൂൾസിലേക്ക് ഒരു 95% ഹിന്ദു കുട്ടികൾ അഥവാ മറ്റുള്ള മതത്തിൽ നിന്നുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അവരെ അവിടെ എവിടെയാണ് മതപരിവർത്തനം നടത്തി അവരെ ക്രിസ്ത്യാനികളാക്കിയേക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അഥവാ അങ്ങനെ വരുന്ന പേരൻസ് ഒരിക്കലും ചോദിക്കാറില്ല, ഓക്കെ സിസ്റ്ററെ ഞാൻ എന്റെ കൊച്ചിനെ ഇവിടെ ചേർത്തിനെ നാളെ ക്രിസ്ത്യാനിയാക്കി തരുമോ? ആരും ചോദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നേ 1 to 1 ഞങ്ങൾ ഡീൽ ചെയ്യുമ്പോ ഈ മതപരിവർത്തന പരിപാടി അത് ഈ സീനിൽ എക്സിസ്റ്റിംഗ് അല്ല. സത്യം പറയുവാണെങ്കിൽ വേറെ ആരോണ്ടയോ വേറെ എവിടുന്നോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അവര് നോക്കി കണ്ടിട്ട് പറയും, നോക്കി ഇന്ന പോലെ ആൾക്കാർ ഇപ്പൊ കൊണ്ടേ മതപരിവർത്തനം നടത്തും എന്ന്. ഞാൻ നോക്കിയിട്ട് ഇപ്പം എന്തുകൊണ്ട് ആൾക്കാർ പള്ളി വരുന്നു എന്ന് വെച്ചാല് അവർക്ക് ഒരു ഫീൽ കിട്ടി കാണും. ഇന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തോ പ്രത്യേകത കാണും എന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ചർച്ചിൽ പോവാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരും ചർച്ചിൽ. എന്തുകൊണ്ടാ? അവര് നോക്കുമ്പോൾ ചർച്ച് കാണാൻ രസമുണ്ട്, അവിടെ പോയി ഇരിക്കുവാണെങ്കിൽ രസമുണ്ടെന്നുള്ള ഫീൽ ഉണ്ട്. അല്ലാണ്ട് അവിടെ ചെന്ന് ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനി ആകുന്നു. ഈവൻ ഞങ്ങളിപ്പോ ഒരു വില്ലേജിൽ കൂടെ പോവുകയാണ്. വില്ലേജിൽ പോകുമ്പോൾ ഞങ്ങൾ നോക്കുന്നത് ഇപ്പൊ ആരും പിടിച്ചിട്ടൊക്കെ ക്രിസ്ത്യാനി ആക്കുന്നേ. അഥവാ സ്നാനം കൊടുക്കാനുള്ള വെള്ളവും അത് പിടിച്ചോണ്ടല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോകുന്നത് ആ വില്ലേജിൽ അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരിക്കും, ഒരുപക്ഷെ കാലോ കയ്യോ പുഴുത്ത് കിടക്കുന്നതായിരിക്കും. അയാളെ അവരെ ആരും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരില്ലായിരിക്കും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനൊരു സ്ഥലത്ത് പോയി. ആ പ്രദേശത്ത് സ്കൂൾ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ അവിടെയുള്ള അച്ഛന്മാരും സിസ്റ്റർമാരും എന്താണ് ചെയ്യുന്നത്? ആ വില്ലേജിൽ എത്താൻ പറ്റുന്ന ദൂരത്തിൽ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ള പിള്ളേരെ എല്ലാം ഒരു ട്യൂഷൻ സെന്ററിൽ കൊണ്ടുവരുന്നു. അവരവിടെ ഇരിക്കുന്നു. അവിടുത്തെ തന്നെ ആ വില്ലേജിന്റെ സെറ്റപ്പിൽ ഒരു ചേട്ടനെയോ അല്ലെങ്കിൽ ചേച്ചിനെയോ ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ള ഒരാളെ പോയിന്റ് ചെയ്തിട്ട് അവരോട് പറയും, നിങ്ങൾ ഈ പിള്ളേരെ ഒന്ന് പഠിപ്പിക്കുക. ആ പിള്ളേര് ജാതി മത ഭേദമന്യേ എല്ലാ പിള്ളേരും ഉണ്ട്. അതിനകത്ത് ഹിന്ദു നോക്കുന്ന ക്രിസ്ത്യൻ നോക്കുന്നില്ല. അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. എല്ലാവരും തന്നെ ഒരു പൂർ കണ്ടീഷനിൽ നടക്കുന്നതാണ്. അവരെ നമ്മൾ എങ്ങനെയാണ് ഓക്കെ ക്രിസ്ത്യൻസ് വാ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ മാത്രം വാ, അത് നടക്കുന്ന കാര്യമല്ല. ഒരു നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ നോക്കുമ്പോ അതുകൊണ്ട് മതപരിവർത്തനം അല്ല നടക്കുന്നേ. ഒരു മതത്തിന്റെ മൂല്യങ്ങളെ നമ്മൾ കയ്യിൽ ഉയർത്തിപ്പിടിച്ച് അതുകൊണ്ട് നമ്മളൊരു പരിവർത്തനം ആ മേഖലയെ കൊണ്ടുവരുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്തുകൊണ്ട് ഒരു മിഷണറി ആയെന്ന് ചോദിച്ചാൽ നമ്മളതാണ് പഠിച്ചേക്കുന്നേ. ബാക്ക് ടു ഹോം കേരള, നമ്മൾ ഈ നമ്മുടെ പള്ളിയിൽ കൂടെ നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മുടെ അച്ഛന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ നമുക്ക് എന്ത് ചെയ്ത് അവർക്ക് നന്മ ചെയ്യാന്നൊക്കെ നമ്മൾ കുഞ്ഞിനെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോ ഇങ്ങനെ ഈ മിഷൻ മേഖലകളിൽ പോയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അല്ലാണ്ട് അവിടെ ഇപ്പൊ നീ ക്രിസ്ത്യാനിയായി മാത്രമേ നിനക്ക് തരത്തുള്ളൂ ആ വക ഒരു കുദാശകൾ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഇവിടെ വേണ്ടത് സന്മനസ്സുണ്ടോ ഇങ്ങനെ ഒരു നാട്ടിൽ കൂടെ എത്താൻ? നടക്കണം കിലോമീറ്ററുകളോടും, ചെളിയായിരിക്കും, മണ്ണായിരിക്കും, എല്ലാം ഉണ്ട്. നടക്കാൻ പറ്റുമോ? ഇന്നയാളുടെ അടുത്ത് എത്താൻ പറ്റുമോ? അവിടുത്തെ പിള്ളേർക്ക് കുറച്ച് പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു ഇംഗ്ലീഷ് അവർ കേൾക്കട്ടെ. അവർക്ക് പഠിക്കുന്ന പിള്ളേരെ ഉച്ച പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരെ എങ്ങനെയാലും ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുപോകാം. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ ഒരു മതപരിവർത്തനം ഈശോയിൽ വിശ്വസിക്കാനല്ല പറയുന്ന. അവിടെ ചിലപ്പോൾ ഞങ്ങൾ പാട്ട് പാടുമായിരിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാണും, മറ്റുള്ളവരെ കൂടത്തി പ്രാർത്ഥിക്കും. ഞാനിപ്പം ക്രിസ്ത്യാനിയാ ഹിന്ദു നാട്ടിൽ ചെന്നെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പ്രാർത്ഥിക്കും. ചിലപ്പോ അത് കാണുന്നവർക്ക് ഒരു സന്തോഷം തോന്നിട്ട് അവരും എന്റെ കൂട്ടത്തിലെടുത്ത് പ്രാർത്ഥിക്കും. അല്ലാണ്ട് നമ്മൾ ആരും ഒരു മതപരിവർത്തനം എന്ന് നമുക്ക് നടത്തുന്നില്ല. മനുഷ്യനെ ഒരു പരിവർത്തനം, നമ്മുടെ ഈ മതമൂല്യത്തെ നമ്മൾ കയ്യിലേന്തി ഒരു പരിവർത്തനമാണ് അവിടെ കൊണ്ടുവരുന്നത്. ശരി സിസ്റ്റർ പറഞ്ഞതുപോലെ അത്രയും ഉത്തമ ബോധ്യത്തോടെ നല്ല മനസ്സോടെ ചെയ്ത ഈ 2 സിസ്റ്റർമാർ അങ്ങനെയാണെങ്കിൽ, ആ വാദം നടക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അങ്ങനെയെങ്കിൽ അവരെത്രത്തോളം വേദനിച്ച് കാണും അവരുടെ മനസ്സ്. സിസ്റ്റർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കാരണം 2 കുട്ടികളെ രക്ഷപ്പെടുത്താനെന്ന് വിചാരിച്ച് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവരവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് മാനസികമായിട്ട് വല്ലാതെ ഹരാസ് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ ബാഗ് പിടിച്ചു മേടിക്കുന്നു, അതിൽ നിന്ന് ബൈബിൾ എടുത്തെറിയുന്നു. ആ ദൃക്സാക്ഷിയായ അച്ഛൻ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു. സിസ്റ്റർ ആയിരുന്നു ആ ഒരു അവസ്ഥയിലെങ്കിൽ, അല്ലെങ്കിൽ അവരെ എങ്ങനെ മനസ്സിലാക്കുന്നു സിസ്റ്റർ? ഇപ്പോൾ അവർ എന്താണ്, എങ്ങനെ എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയാതെ തടവറയിലുള്ളിലാണ്. അതൊരു ഭയങ്കര ട്രോമാറ്റിക് സിറ്റുവേഷൻ ആണ്. വേറെ ഒന്നും കണ്ടല്ല. കാരണം അവിടെ കൂടിയിരിക്കുന്ന ക്രൗഡ് ഭയങ്കര ഇമോഷണലി ചാർജ്ഡ് ആണ്. നമുക്കറിയാൻ പറ്റത്തില്ല എന്താ വരുന്നതെന്ന്.
ഒരാളൊന്ന് തല്ലു തുടങ്ങിയാൽ മതി, അവിടെ ഒരു കൂട്ടത്തല്ലായിരിക്കും. അത് അവിടെ ഇവിടെ ഇമോഷനാണ് കൂടുതലും ഉള്ളത്. ഇമോഷൻ അത് വെസ്റ്റഡ് ഓൺ സർട്ടൻ ഇൻട്രസ്റ്റ്. അല്ലാണ്ട് ഇപ്പൊ അവിടെ ലോജിക്കായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഓക്കെ ഈ സിസ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പിള്ളേരെ പഠിപ്പിച്ച സ്റ്റുഡന്റ് സിസ്റ്റേഴ്സിനെ പോലെയാണല്ലോ എന്ന് വിചാരിക്കാനോ അവിടെ ആൾക്കാരില്ല. ചില നേരത്തെ ഇങ്ങനത്തെ ക്രൗഡ് വരുന്ന എവിടെ നിന്നൊക്കെയോ കുറച്ച് ക്രൗഡ് വന്നിട്ട് അവിടെ ക്രൗഡഡ് ആയിട്ട് ഒരു ഒരു സംഘർഷം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ട് ഒരു 2 മാസത്തിന് മുമ്പ് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെയും ഒരു സിസ്റ്ററിനെയും കൂടത്തിലുള്ള 2 പിള്ളേരെയും ഇതുപോലെ തന്നെ ആ പിള്ളേരുടെ ആങ്ങളേനെയും ഇതുപോലെ തന്നെ അവിടെ പിടിച്ചു വെച്ച് 18 മണിക്കൂർ ഹരാസ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ അതിന്റെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട് ഇപ്പം കത്തിക്കൂന്നൊക്കെ. ഉറപ്പായിട്ട് അത് കൊച്ചു സിസ്റ്ററായിരുന്നു, ഒരു 10-22 വയസ്സുള്ള കൊച്ചു സിസ്റ്ററായിരുന്നു. സിസ്റ്റർ പേടിച്ചു പോയി. ഒത്തിരി ഒരു ഭയങ്കര ട്രോമാറ്റിക് സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ മെയ് മാസത്തില് ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ അവിടെ കുറച്ച് ഡൊമസ്റ്റിക് വർക്കേഴ്സ് പിള്ളേർക്ക് വേണ്ടി ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഓൾ ഓഫ് എ സഡൻ കുറെ പേര് വരുന്നു, ഷൗട്ട് ചെയ്യുന്നു, സിസ്റ്റർ ഇപ്പൊ അടിക്കണം എന്ന് പറഞ്ഞ് മതപരിവർത്തനം. അത് മധ്യപ്രദേശിലാണ് നടന്നത്. അവിടെ ഷൗട്ട് ചെയ്യുന്നു. ആ സിസ്റ്റർ പേടിച്ചു പോയി സത്യം പറയുകയാണെങ്കിൽ. കുറച്ച് ദിവസമല്ല ഇപ്പോഴും സിസ്റ്റർ ആ പേടിയുണ്ട്. പക്ഷെ അതല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാൻ ആൾക്കാർ വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ അന്ന് വരെ നമ്മൾ ഇതിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരിക്കും. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഇനി ഒരു ദിവസം ആൾക്കാർ വരുന്നു നമ്മളെ പിടിക്കാൻ. ഈ സിസ്റ്റർമാർ ഈ ദുർഗ സ്റ്റേഷനിൽ കൂടെ പലവട്ടം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. പലവട്ടം പെൺപിള്ളേരെ കൂട്ടി ആരെങ്കിലും കൂടുതൽ കാണും. ഇതിപ്പോ ഒരു സുപ്രഭാതത്തിൽ ആൾക്കാർ ഇങ്ങനെ വന്ന് ഷൗട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഞാനൊക്കെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പലവട്ടം നടന്നിട്ടുള്ളതാണ്. എനിക്ക് ഒരിക്കലും പേടി തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ക്രൗഡ് വരുമ്പോ, ഈ ക്രൗഡ് എന്ന് പറഞ്ഞിട്ടൊരു അഗ്രസീവ് ക്രൗഡാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഹൗ ദേ ഫൈറ്റ്. കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഈ സിറ്റുവേഷൻ ആ സ്ത്രീ അവര് ആ കുട്ടിയുടെ ചെവിക്ക് പിടിക്കുന്നു, സിസ്റ്ററിനോട് പറയുന്നു തട്ടെന്നൊക്കെ. ആ ഒരു ടോൺ, ആക്ഷൻസ് അതൊക്കെ കാണുമ്പോ ആർക്കാണ് പേടിയാകിയല്ലേ. പക്ഷേ ആ സിസ്റ്ററിനെ നിങ്ങൾ നോട്ടീസ് 2 പേരും സൈലന്റ് ആയിട്ടിരിക്കുക ചെയ്തേക്കുന്നേ. അവരൊന്നും പറയുന്നില്ല. ഒരു കണക്കിന് ഞങ്ങളുടെ സൈലൻസ് തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് അഗ്രസീവ്ലി സൈലന്റ് ആയിട്ടല്ല ഇരിക്കുന്നേ. അങ്ങനെ ഒരു ക്രൗഡിന്റെ അടുത്ത് എന്നാ പറയാനാ? പറയുന്നവർ പറയട്ടെ, നമുക്ക് കേൾക്കാം. നമ്മളെല്ലാവർക്കും വിശ്വാസമുള്ള എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ ഭരണഘടന നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതാണ്. അതാണ് സിസ്റ്റർ ടെസി, നമ്മളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു വാർത്ത അവരുടെ 2 പേരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു, ജയിലിൽ തുടരേണ്ടി വരും എന്നുള്ള ആ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൂടി ഞാൻ താങ്കളെ അറിയിക്കുകയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ഭരണഘടനയിൽ വിശ്വസിച്ചിരുന്ന, മതേതരത്വത്തിൽ വിശ്വസിച്ചിരുന്ന, മനസ്സിന്റെ കനിവ് കൊണ്ട് ഇറങ്ങിത്തിരിച്ച സിസ്റ്റർമാർ 2 പേരും ജയിലിൽ തന്നെ തുടരണമെന്നുള്ള വാർത്ത കൂടി വരും. അതെ, അതാണ് ഉറപ്പായിട്ടും. അവിടെയാണ് നമ്മൾ ഫെയിൽ ആകുന്നത്. അവിടെയാണ് ഞങ്ങൾ ഓർക്കുന്നത് എവിടെയാണ് നമ്മുടെ സെക്യുലറിസം ഓഫ് ഇന്ത്യ ഗോസ് ഇൻടു. എവിടെ പോയി അതൊക്കെ? എവിടുന്നാണ് ഇപ്പൊ ഈ മതപരിവർത്തനത്തെ കുറിച്ച് പെട്ടെന്ന് വന്നത്? ഈ ഒരു കഴിഞ്ഞ 10-15 വർഷം കൊണ്ടാണല്ലോ മിഷണറീസിനെ ഒരു കണ്ണിക്കൂടാത്ത ആൾക്കാരായി മാറിയതും അവർ ചെയ്യുന്നതെല്ലാം തെറ്റായി മാറിയതും. അതുവരെ നമ്മൾ എവിടെയായിരുന്നു? എത്രയോ ലെപ്രസി പേഷ്യൻസിനെ ഇന്ന് ലെപ്രസി ഇറാഡിക്കേഷന്റെ കാര്യത്തിന് വേണ്ടി എന്തുമാത്രം മിഷണറീസ് ചെയ്തിട്ടുണ്ട്. മലേറിയ ഇറാഡിക്കേഷൻ ഞങ്ങളുടെ ഈ ഒറീസയിലൊക്കെ എന്തുമാത്രം മലേറിയ. സിസ്റ്റേഴ്സിനൊക്കെ ഒരു കാലത്ത് എല്ലാ മാസവും മലേറിയ പിടിക്കുമായിരുന്നു. ബ്രെയിൻ മലേറിയ വരെ പിടിച്ചിട്ടുണ്ട്. പിന്നീടുള്ളതാണ് ചൂട്. ഈ വെയിലത്ത് ഈ ചൂടത്ത് ഇതിലെ കൂടെയൊക്കെ നടക്കുക, ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിന് വേണ്ടിയിട്ടും ഇങ്ങനെ ട്രാഫിക് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി പാതിരാത്രിക്കൊക്കെ സിസ്റ്റേഴ്സ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് അവസാനം തിരിച്ചു കിട്ടുന്നത് ഇതുപോലെ കർത്താവിന് വേണ്ടി സഹിക്കുന്നു. അതാണ് ഞങ്ങള് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പറയുന്നത്, ഇതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്, ക്ഷമിക്കാൻ റെഡിയാണോ എന്നുള്ളതുണ്ട്. പക്ഷേ നമ്മളൊരു ഈ രാജ്യം എന്തുകൊണ്ട് ഞങ്ങളുടെ നന്മയെ കാണുന്നില്ല? അതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ ആയി മാറിയേക്കുന്നേ. ഒന്നും വേണ്ട, സപ്പോർട്ട് ചെയ്യണ്ട, ഞങ്ങളെന്ത് വെറുതെ വിടാവോ? ഞങ്ങൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. എന്തിനാണ് അനാവശ്യമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യുന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇന്റർഫിയർ ചെയ്യണം. ഞങ്ങളിപ്പം എന്തെങ്കിലും കാര്യം തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആയിരിക്കണം. ക്ലിയർ അല്ലെങ്കിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ട് ആൾക്കാർ കൂടാനും പിന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്ററിനെ അടിക്കാനും അങ്ങനെയൊക്കെ എന്തിനാണ് വരുന്നത്? ഈ പിൽഗ്രിംസ് നടന്നു പോകുന്ന പിൽഗ്രിംസിനെ അവരെ പോയി അടിക്കുന്നു. എന്തേ ഒരു വഴുതന വെള്ളരിക്കാൻ പറ്റണമാണോ ഇത്? ആർക്കും എന്ത് വേണം ചെയ്യാമോ? അതാണ് സിസ്റ്റർ, ഈ ഒഡീഷയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി ഞങ്ങളോടൊന്ന് പറയാമോ? കാരണം അത് ഈ സമയത്ത് ഉറക്കെ പറയേണ്ടതാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ പോകുന്നു മുന്നോട്ട്? അവിടുത്തെ സാഹചര്യം എന്താണ്? സിസ്റ്ററിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ
പറഞ്ഞു ഞാൻ ഇത്ര വർഷം ഇവിടെ ഇതുവരെയായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നുവരെ എനിക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു അപകടം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു വട്ടം ഞാൻ നോക്കുവാണെങ്കിൽ എന്റെ ആൾക്കാരും എന്റെ അനുഭവം കൊണ്ട് പലരും കണ്ടേക്കുന്ന ആ ഒരു മലയാളി ലേഡി, ആ ഒരു സൗത്ത് ഇന്ത്യൻ ലേഡി സിസ്റ്റർ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ് വരുന്നത്. അവർക്ക് കാണാൻ പറ്റുന്ന കേരള ജിയോ, കേരളത്തിൽ നിന്നുള്ള സ്ത്രീ, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ആ രീതിക്ക് എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ബസ്സിലും ട്രെയിനിലും രാത്രിക്കും പകലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്കിതായിട്ട് പേടി തോന്നിയിട്ടില്ല. കൂടാതെ എന്റെ കൂട്ടത്തിലുള്ള പല എന്റെ കൊളീഗ്സ്, ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ഉള്ളത് ഒരു IAS കോച്ചിങ് കൊടുക്കുന്ന ഒരു അക്കാഡമിയിലാണ്. ഇത് അഗെയിൻ അത് ഒറീസ ബിഷപ്സിന്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. കാരണം നമ്മുടെ SC ST കമ്മ്യൂണിറ്റി, SC ST OBC കമ്മ്യൂണിറ്റി എന്നുള്ളവര് പല കുട്ടികൾക്ക് ആ ഒരു കഴിവുള്ളവർ പോലും ഇങ്ങനെ ഒരു സിവിൽ സർവീസിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗവൺമെന്റ് പോസ്റ്റിലേക്ക് എത്താൻ വളരെ അവർക്ക് ചാൻസ് കിട്ടുന്നില്ല. ഒന്നുണ്ടാകാം അവരുടെ കഴിവ് കണ്ടിട്ട് പിന്നീട് പഠിച്ചു പോകാൻ അവർക്കൊരു ചാൻസ് ഇല്ല. പിന്നെ കുറച്ചു പേരുണ്ടാവും വില്ലേജിൽ അങ്ങേയറ്റത്ത് കിടക്കുന്ന, അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്താണ് ഇതൊക്കെ എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇങ്ങനെ വില്ലേജുകളിൽ കൂടെ ദൂരം കണക്കിൽ ഒരു 100-200 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത് പല വില്ലേജിൽ കൂടെ പോകുന്നു, പല പള്ളിയിൽ കൂടെ പോയിട്ട് ഞങ്ങളാണ് അനൗൺസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുട്ടികളെ കാണുന്നു. ഇതിപ്പം എല്ലാവർക്കും ഒന്നും ഹിന്ദി അറിയണ നിർബന്ധമില്ല, എല്ലാവർക്കും ഒറിയ അറിയണ നിർബന്ധമില്ല. അവരുടേതായ ഒറിയ ട്രൈബൽ ഭാഷകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ പറ്റുന്നത്ര ഭാഷയെല്ലാം മിക്സ് ചെയ്തിട്ട് അവരോട് സംസാരിക്കുന്നു, അവരെ കൺവിൻസ് ചെയ്യുന്നു. ഞാൻ പറയും അവിടെ വാ, നമുക്ക് അവിടെ ഇന്ന ഒരു ഭുവനേശ്വർ, ഇത് ക്യാപിറ്റൽ സിറ്റിയിലാണ്, അവിടെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആകാം എന്നുള്ള നമുക്കൊരു അഷ്വറൻസ് കൊടുക്കുന്നു. അത് കേൾക്കുമ്പോൾ പേരൻസ് ആണ് അങ്ങനെയാണോ, ഓക്കെ ശരി ഞാൻ എന്റെ പിള്ളേരോട് പറയാം. അല്ലാത്ത സ്ഥിതിക്ക് ആ പിള്ളേരെങ്ങനെ വില്ലേജിൽ കൂടെ അവിടെ തേരാവലം നടക്കുന്നു, കുറച്ച് ഡ്രഗ്സ് വായിക്കണേ അങ്ങനെയൊക്കെ പോകും. അങ്ങനെയുള്ള പിള്ളേർ നമ്മളിങ്ങനെ ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ്. എനിക്കിപ്പം വിചാരിക്കാം ഞാൻ എന്തിനാ അവിടെ ഒക്കെ പോകുന്നു, ഇത്രയും കാടും മലയും കയറി കൂട്ടി അങ്ങോട്ട് പോകേണ്ട ആവശ്യം തിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു യൂത്തിനോടൊരു സ്നേഹം, അതെന്തെങ്കിലും ജീവിതത്തിൽ ആയിത്തീരട്ടെ എന്നൊരു സ്നേഹവും അല്ലെങ്കിൽ നമ്മുടെ ഒരു മിഷനോട് നമ്മുടെ ഒരു ഞാൻ ഏറ്റെടുത്ത ദൗത്യത്തിനോടുള്ള എനിക്കൊരു സ്നേഹമുണ്ട്. അതെ സിസ്റ്റർ ടെസി, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് അവിടെ എനിക്ക് വന്നൊരു സംശയം കൊണ്ട് ഇടപെട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ 2 കുട്ടികളെയും കൊണ്ട് പോകാനിരുന്നപ്പോൾ ഇത്രയും വലിയ കേസായി, അവർ പിടിയിലായി. അവിടെ വലിയൊരു ആരോപണം വരുന്നത് ഒരു കുട്ടിക്ക് സമ്മതമല്ലായിരുന്നു എന്നുള്ള. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം കൂടി തോന്നുന്നു. ഒരുപക്ഷെ അവരെയൊക്കെ നിർബന്ധിച്ചായിരിക്കും നിങ്ങൾ പഠിക്കാൻ കൊണ്ടുപോകുന്നത്. ഈ പറഞ്ഞ പോലെ രക്ഷകർത്താക്കൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുമെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല. അവർ ആ ഒരു സുഖത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും, അങ്ങനെ ഉൾവലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. ആ സമ്മതമില്ലായ്മ ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു വലിയ വിവാദമായി വരുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ഈ ആദിവാസി കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരില് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ 3 സ്റ്റെപ്പ് പുറകോട്ട് വെക്കും. ആണ് അവരുടെ ഒരു ആന്ത്രോപോളജി എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ അവരെ പിടിച്ചോണ്ട് വരികയല്ല ചെയ്യുന്നത്, ഒരിക്കലും വലിച്ചെടുത്തോണ്ട് വരരുത്. ഒരിക്കലും വിജയിക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഈ സിസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, പെൺപിള്ളേർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണം, അവർ ചെറിയ പിള്ളേരാണ്. ഇത്ര ആൾക്കാർ കൂടുന്നു വല്ലതും ചോദിക്കുമ്പോൾ അവർ പേടിച്ചു പോകുന്നുണ്ട്. അത് നമുക്ക് ഹ്യൂമൻ സൈക്കോളജിയാണ്. അവർ പെട്ടെന്ന് മാറ്റി പറഞ്ഞിരിക്കാം, എനിക്കറിയത്തില്ല അതിന്റെ എന്താണ് മാറ്റി പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ഇവിടെ കുട്ടികൾ വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇങ്ങനത്തെ കോഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലായിടത്തും എല്ലാ സമുദായത്തിൽ നിന്നുള്ള പിള്ളേരുണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യൻസ് എല്ലാം ഉണ്ട്. ഓൺലി ദ വൺ കാറ്റഗറി ഒരു ഇതുള്ളത് ഫൈനാൻഷ്യലി പൂർ ആയിരിക്കണം. അവർക്ക് വേറെ വെരി ഹൈ ആയിട്ട് പേ ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ലാത്ത അത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സ്റ്റാഫ് അവർ ഹിന്ദു കുട്ടികളാണ്. അതുകൊണ്ട് ഇവിടെ വരാൻ ഇഷ്ടമുള്ളവർ വന്നു, ഇല്ലാത്തവരും വരണ്ട, പൊക്കവും. പേരൻസ് പറയും എന്റെ സിസ്റ്ററെ എന്റെ കൊച്ചിന് വരാൻ താല്പര്യം ഒന്ന് പറഞ്ഞു നോക്കാൻ പറയും. ഞങ്ങൾ പറഞ്ഞു നോക്കും, മോളെ വാ പറ്റുമോ, നിനക്ക് ഇന്ന പോലെ എന്റെ കോഴ്സ് ഉണ്ട്, ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് കൊടുക്കും. എന്നുവെച്ച് കൊച്ചു പറയും ഇല്ല എനിക്ക് വരാൻ പറ്റത്തില്ല, വന്നു കഴിഞ്ഞാൽ 2 ദിവസം തന്നെ കൊച്ചു തുടങ്ങും, എനിക്ക് പോകണം. ശരി, അടുത്ത ബസ്സിന് കയറ്റി നമ്മൾ അവിടെ കൊണ്ടുപോയി വിടും. അല്ലെങ്കിൽ ആരുടെയും ഇൻട്രസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് കൊണ്ടുപോകണം പറയും. കാരണം കാലങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായി ഇവരുടെ സൈക്കോളജി എന്താണെന്നും ഇവരുടെ കപ്പാസിറ്റി എന്താണെന്നും. അതിനനുസരിച്ചേ ഉള്ളൂ. ഇപ്പൊ ഈ 2 പെൺകുട്ടികൾ സിസ്റ്ററിന്റെ കൂട്ടി പോയിട്ടുണ്ട്, അത് 2 പേര് ഉണ്ടെന്നുള്ള സ്ട്രോങ് ആയിട്ട് അവർക്ക് കൺവിക്ഷൻ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് പേടിയാ, അവിടെയാണ് ഈ 2 പേരായിട്ട് പോകുന്നത്. അപ്പൊ ഇതൊരിക്കലും ആ കൊച്ചിന് പേടിച്ചിട്ട് വലിച്ചെടുത്തോണ്ട് വരുന്നതല്ല. അതിപ്പം അവർ പേരൻസ് വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ആഗ്രഹമുണ്ട് എന്റെ കൊച്ചു പുറത്തു പോയിട്ട് പഠിക്കട്ടെ എന്ന്. മക്കൾക്കും ഉണ്ട് ആഗ്രഹമുണ്ട്. എല്ലാത്തിനും ഒന്നും വിട്ടുകൊടുക്കുന്നില്ല പേരൻസ് പറയല്ലേ നിങ്ങൾ പോയി പഠിക്കുക, വീട്ടിലൊന്നും ഇല്ല മോളെ പോകുന്നതല്ലാതെ പറയുള്ളൂ. അതുകൊണ്ട് ഇവിടെ സിസ്റ്റേഴ്സ് ഒരിക്കലും വലിച്ചുകൊണ്ട് വന്നവരല്ല, അവരുടെ കൂടത്തിൽ പോരാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയായി കൂട്ടിക്കൊണ്ട് വരുന്നത്.
തീർച്ചയായിട്ടും. അതെ സിസ്റ്റർ, ഈ വിഷയം വന്നതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ധരിച്ച വസ്ത്രമണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് അറിയുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഉറപ്പായിട്ടും ഇതിപ്പോ സിസ്റ്റേഴ്സ് ഹാബിറ്റിലായിരുന്നു, സഭാവസ്ത്രം അവരുടെ ഹാബിറ്റ് ആയിരുന്നു. അതുകൊണ്ട് പബ്ലിക് ഗ്ലെയർ അവരെ അട്രാക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സ് ഡ്രസ്സ് ധരിക്കരുത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു സിസ്റ്ററിന് എന്താണ് ധരിക്കേണ്ടത് അത് അവർ ഇന്നലെ തീരുമാനിച്ചതെന്നല്ല. അവരുടെ കോൺഗ്രിഗേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്താണ് ഞങ്ങൾ ഇന്ന ഡ്രസ്സ് ധരിക്കുന്നു. അതൊരു അഡർമെന്റ് അല്ലെങ്കിൽ അത് ഇതാ പറ്റത്തുള്ളൂ എന്നുള്ളതല്ല. പക്ഷെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് അതിൽ വേറെ പലതും ഉണ്ട്. അത് അവരുടെ ഒരു ഐഡന്റിറ്റി ആയിരിക്കാം, ഒരു കോൺഗ്രിഗേഷന്റെ ഒരു സമൂഹത്തിന്റെ ഐഡന്റിറ്റിയാണ്. അതും ഒരു പോവർട്ടി എന്ന് വെച്ചാൽ തരാതെ ഡ്രസ് ഇട്ടോട് നടക്കുന്നതല്ല എന്റെ ആഗ്രഹം എന്നുള്ളതിന്റെ കൂടി ഒരു സിംബോളിക് ആണ് ഞാൻ ഇന്ന ഡ്രസ്സ് ധരിക്കുന്നു എന്നുള്ളത്. പിന്നെ നമുക്ക് പറയാം വെസ്റ്റേൺ ഡ്രസ് സ്റ്റൈൽ അല്ലേ, എന്തിനാ ഇതൊക്കെ ധരിക്കുന്നത്, ഇന്ത്യൻ സ്റ്റൈലൊക്കെ ആക്കിയാൽ പോരെന്ന്. ഓക്കെ ആയിരിക്കും, അവരുടെ ഒരു അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്ന സിസ്റ്റേഴ്സ് ഉണ്ടാകും, അവർക്ക് അതിന് വിട്ടുകൊടുക്കുക. ഇപ്പൊ ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ സാരിയാണ് ധരിക്കുന്നത്, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. അതിന് ധരിക്കുമ്പോ സിസ്റ്റർ ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും അവർക്ക് പുറത്തേക്ക് എത്തണമെങ്കിൽ വലിയ സഹായം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. എന്താണ് പറയാനുള്ളത് അവരോട് വളരെ ചുരുക്കം വാക്കുകളിൽ? അതാണ് വളരെ ഇത് സമയമെടുക്കും, ഉറപ്പാണ്. കഴിഞ്ഞ വർഷം ഒരു സിസ്റ്റർ മേഴ്സി 3 മാസമാണ് അകത്ത് കിടന്നത്. കാരണം എന്താണ്, ഒരു കുഞ്ഞ് അവിടുത്തെ ഒരു അലിഗേഷൻ, സ്പോർട്സ് അലിഗേഷൻ ആക്കോ, അതുകൊണ്ട് സിസ്റ്റർ അവിടെ കിടന്നു. ഉറപ്പാണ് ഈ സിസ്റ്റേഴ്സും അത് തന്നെയാണ് നേരിടാൻ പോകുന്നത്. അതിന് എന്തെങ്കിലും ഈ ഭരണകൂടം ഇനിയെങ്കിലും ആരെങ്കിലും കണ്ണു തുറന്നെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതായിരിക്കും. എന്തിനാണ് ഈ 2 മനുഷ്യ സ്ത്രീകളെ അവിടെ കൊണ്ട് ഇട്ടേക്കുന്നത്? അവരുടെ പ്രൂഫ് എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടും എന്നിട്ടും അവര് എന്തോ കൾപ്രിറ്റ്സ് ആണ് എന്ന് തോന്നുന്നെങ്കിൽ ആർക്കൊക്കെ എവിടേക്കോ കാര്യമായിട്ട് സീരിയസ്ലി സംതിങ് ഇസ് റോങ്. ശരി, നമുക്ക് ആഗ്രഹിക്കാം സിസ്റ്റർ വിചാരിക്കുന്നത് പോലെ വളരെ വേഗത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ സ്വതന്ത്രമായി നിങ്ങളുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കട്ടെ. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സിസ്റ്ററിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു അശ്വതി. താങ്ക് യു. ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.